നമ്മുടെ അംബാസഡർമാർക്ക് പറയാൻ കഴിയാത്ത എന്താണ് ഈ സ്പെഷ്യൽ എൻവോയ്സ് പറയാൻ കഴിയുന്നത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം നമ്മുടെ അംബാസഡറിൽ വാഷിങ്ടണിൽ അറിയാവുന്നത് പോലെ ഈ കാര്യങ്ങൾ എത്ര വലിയ പ്രശസ്തനായ വ്യക്തിയായാലും അതുപോലെ സംസാരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഡിപ്ലോമാറ്റ്സിനെ അണ്ടർ വാല്യൂ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. അതൊരു കാര്യം. പക്ഷേ ഏത് കാര്യമായിട്ടായാലും ഒരു ഇന്ത്യൻ പ്രതിനിധി മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും റെസ്പെക്റ്റ്ഫുള്ളായിട്ട് മാത്രമേ പ്രസിഡന്റിനെ പറ്റി സംസാരിക്കാവൂ എന്നുള്ളതൊരു തത്വം തന്നെയാണ്. പക്ഷേ അതല്ല, അതിനേക്കാളും ഇപ്പോൾ ഏതെങ്കിലും രാജ്യം നമ്മളോടുള്ള സമീപനം മാറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത ആകെ 2 രാജ്യങ്ങളെ ഈ ലോകത്തുള്ളൂ. ഒന്ന് തായ്വാനും മറ്റൊന്ന് ഇസ്രായേലുമാണ്. മറ്റൊരു രാജ്യവും, മൗറീഷ്യസും ഭൂട്ടാനും പോലും, നമ്മളോട് വളരെ അടുത്ത ബന്ധമുള്ള രാജ്യം പോലും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിനുള്ള പ്രധാന കാര്യം, നമുക്ക് പലർക്കും മനസ്സിലാകാത്തതിൻ്റെ കാര്യം, നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ നമ്മൾ മുമ്പ് അംഗീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വിപരീതമാണ്. ഇപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ നമ്മുടെ ടെറിട്ടറിയാണ് എന്ന് നമ്മൾ പറയും. തീർച്ചയായിട്ടും നമ്മൾ അത് അവകാശപ്പെടുന്നു. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ബിലോങ് ടു അസ്, എല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണെന്ന് ഐക്യരാഷ്ട്ര സഭയിൽ സമ്മതിച്ചിട്ടുള്ളതാണ്.